ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. സി പ്രോഗ്രാമിങ്ങിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ കീബോർഡിലൂടെ നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇതാണ് സ്കാൻഎഫ്. ഇനി എന്തെങ്കിലും ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് പ്രിൻ്റ്എഫ്. ഓക്കെ, ഇനി സ്കാൻഎഫിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്കാൻഎഫ് പാരന്തസിസ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സിനുള്ളിൽ ഫോർമാറ്റ് സ്പെസിഫയർ, അതായത് നമ്മൾ ഏത് വാരിയബിളിലേക്കാണോ വാല്യൂ റീഡ് ചെയ്യുന്നത് ആ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് പറയാം. അതിന് ഫോർമാറ്റ് സ്പെസിഫയർ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതാം, എന്നിട്ട് ഒരു കോമ ഇടാം, എന്നിട്ട് ആംബസൻ്റെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അഡ്രസ്സ്, ദെൻ വാരിയബിൾ നെയിം. ഇപ്പോൾ ഞാനിത് ഒരു വാരിയബിളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വാരിയബിളിൻ്റെ പേര് എന്നുള്ളൂ, വാരിയബിൾ നെയിം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക വിത്ത് സെമി കോളൻ. പ്രിൻ്റ് എഫിനാണെങ്കിലും സെയിം തന്നെ പ്രിൻ്റ് എഫ് എന്ന് എഴുതുക, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ, എന്നിട്ട് ആംബസൻഡില്ല വാരിയബിൾ നെയിം. ഇങ്ങനെയാണ് പ്രിൻ്റ് എഫ് എന്നുള്ളത്. പിന്നെ പ്രിൻ്റ് എഫ് നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. ഇത് എന്തെങ്കിലും വാരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യിക്കാൻ. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫയർ ഒന്നും വേണ്ട. ഈ പ്രിൻ്റ് എഫ് എല്ലാം സ്മോൾ ലെറ്ററിൽ പ്രിൻ്റ് എഫ് എഴുതിയതിന് ശേഷം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോർമാറ്റിൽ ഹലോ, ഹായ് എന്താ വേണ്ടതെന്നുള്ള ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. പിന്നെ വേറെ ഒന്നും വേണ്ട, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അതൊരു ലൈൻ കഴിഞ്ഞിട്ട് ഹലോ എവരി വൺ, ഹലോ ഓൾ എന്നാണെങ്കിൽ ലൈൻ ഒരു സ്ലാഷിന് കൊടുത്താൽ ഒരു പുതിയ ലൈൻ വരും, /t കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടാബ് വരും. അങ്ങനെ ഓരോന്നിനും ഓരോന്ന് ചെയ്യാം. ഇനി ഫോർമാറ്റ് സ്പെസിഫയർ എന്താണെന്നുള്ളത്, ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ ഇൻറ്റിജർ വാരിയബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ %d എന്ന് കൊടുക്കും, ക്യാരക്ടർ വാരിയബിൾ ആണെങ്കിൽ %c എന്ന് കൊടുക്കും, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡെസിമൽ വാല്യൂ ആണെങ്കിൽ %f എന്ന് കൊടുക്കും. ഇനി ഒരു ക്യാരക്ടർ അറേ ആണെങ്കിൽ, അതായത് ഒരു സ്ട്രിങ് ആണെങ്കിൽ %s കൊടുക്കും. ഇതാണ് ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയണത് ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് നമ്മൾ സ്കാൻഎഫ് %d, ആംപർസൻഡ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഇല്ലേ, അത് ഏത് അഡ്രസ്സ് എവിടെയാണോ അങ്ങോട്ട് പോകും. അത് ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മളിവിടെ %d എന്ന് കൊടുത്തത്. ഏത് അഡ്രസ്സ് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിൽ 1000-ലായിരിക്കും, ലെറ്റ് ഇറ്റ് ബി, നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ അങ്ങനെ കിടക്കുന്നതായിരിക്കാം. പക്ഷേ ആ ഒരു അഡ്രസ്സ് പറഞ്ഞാൽ നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ വാരിയബിൾ ഉണ്ട്, അതിൻ്റെ അഡ്രസ്സ് എവിടെയാണോ അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ പോയി കിടക്കും. അത് സ്കാൻഎഫ്. പ്രിൻ്റ് എഫ് ആണെങ്കിൽ ഒന്നുമില്ല, അഡ്രസ്സ് ഒന്നും വേണ്ട, ആ വാരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ, ദാറ്റ് ഈസ് %d, a. സോ ആ എയുടെ ഉള്ളിലുള്ള വാല്യൂ. സോ ഇതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റീഡിങ്ങും പ്രിൻറ്റിങ്ങും ഈ ഒരു രണ്ട് സിൻടാക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വാല്യൂസും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യണതും.